പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 24 ശനി. പ്രധാന വാർത്തകൾ. ഒമാനി റിയാലിന്റേതെന്ന പേരിൽ തെറ്റായ ചിഹ്നം പ്രചരിപ്പിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. തെറ്റായ വിവരങ്ങൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സെൻട്രൽ ബാങ്ക് അധികൃതർ വിഷയത്തിൽ കൃത്യത വരുത്തിയും മുന്നറിയിപ്പ് നൽകിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഒമാനി റിയാലിന്റെ ചിഹ്നത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെട്ട് അടുത്തിടെ പ്രചരിച്ചത് പൂർണ്ണമായും തെറ്റാണെന്നും ബാങ്ക് അംഗീകരിച്ചിട്ടില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. ഈ ചിഹ്നം നിയമവിരുദ്ധമാണെന്നും അത് പങ്കിടുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാൻ മധ്യസ്ഥതയിൽ അമേരിക്ക ഇറാൻ ആണവ ചർച്ചയുടെ 5ാം ഘട്ടം സമാപിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. റോമിലായിരുന്നു ചർച്ച പുരോഗതിയോടെയാണ് സമാപിച്ചതെന്നും സയ്യിദ് ബദർ എക്സിൽ അറിയിച്ചു. ചർച്ചയുടെ 4ാം ഘട്ടം മസ്കത്തിലാണ് നടന്നിരുന്നത്. ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വീണ്ടും വിമാനത്താവളം സന്ദർശിച്ച് വിലയിരുത്തലുകൾ നടത്തി. ഡയറക്ടർ ജോയന്ത ചക്രബർത്തിയാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സൗകര്യങ്ങൾ വിലയിരുത്തിയത്. ടെർമിനലും കാർഗോ കോംപ്ലക്സും ഉൾപ്പെടെ വിമാനത്താവളവും പരിസരവും വിശദമായി പരിശോധിച്ച അദ്ദേഹം വിമാന സർവീസുകൾ, ആഭ്യന്തര വിദേശ യാത്രക്കാരുടെ എണ്ണത്തിലെ വർധന തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രാധാന്യവും വളർച്ചയും സാധ്യതകളും വിശദമാക്കുന്ന അവതരണം അധികൃതർ നടത്തി. വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ ജോയന്ത ചക്രബർത്തി പൂർണ്ണ തൃപ്തി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തെ മലബാറിന്റെ എയർ കാർഗോ ഹബ്ബായി മാറ്റാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ള പുതിയ കാർഗോ ടെർമിനലിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിനു കാത്തിരിക്കുകയാണ് അധികൃതർ. എന്നാൽ പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ കണ്ണൂർ വിമാനത്താവളത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ കഴിയൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്കു മാത്രമാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങൾ ലഭ്യവുമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതൽ ഉണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്. വാഹനങ്ങളിലെ തീപിടുത്തം ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്താൻ റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. കത്തുന്ന വസ്തുക്കൾ വാഹനത്തിനകത്ത് വയ്ക്കരുത്. പതിവായി വാഹനം പരിശോധിക്കുകയും വാഹനത്തിൽ അഗ്നിശമന ഉപകരണത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും വേണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. യാത്രക്കാരുടെ അശ്രദ്ധ, സാങ്കേതിക കരാർ തുടങ്ങിയവ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻജിൻ തകരാർ, കൂട്ടിയിടി, വയറിംഗ് തകരാർ, ഷോർട്ട് സർക്യൂട്ട് എന്നിവ തീപിടുത്തത്തിന് കാരണമാകും. തീപിടുത്ത സാധ്യതയുള്ളിടത്ത് അശ്രദ്ധമായി പാർക്ക് ചെയ്യുന്നതും അപകടമുണ്ടാക്കും. കൃത്യമായി മെയിൻ്റെനൻസ് നടത്താത്ത, അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിലാണ് തീപിടുത്തം കൂടുതൽ. എൻജിൻ തകരാർ ഉണ്ടെങ്കിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ്. ഓയിൽ ലീക്ക്, ഇന്ധന ചോർച്ച എന്നിവ ഉണ്ടെങ്കിലും റിസ്ക് കൂടും. അൽ അൻസബ് ജിഫ്നൈൻ 2 വരിപ്പാത ഗതാഗത വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 2 പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാത നൂതന സംവിധാനങ്ങളോടെയാണ് വികസിപ്പിക്കുന്നത്. മേഖലയിലെ ഗ്രാമീണ പാതകളിലേക്കുള്ള സർവീസ് റോഡുകളും അൽ അൻസബ് ജിഫ്നൈൻ പാതയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിൽ പ്രവാസികളുടെ കുട്ടികളെയും പരിഗണിക്കും. വർഷം 1500 വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന സ്കോളർഷിപ്പ് സംബന്ധിച്ചുള്ള ധാരണാപത്രം ഇന്ന് കൈമാറും. പഠന മികവുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സും രവി പിള്ള ഫൗണ്ടേഷനും സംയുക്തമായാണ് രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതിവർഷം 10.5 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിക്കുക.
ഈ വർഷത്തെ ഒമാനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടന സംഘം പുണ്യഭൂമിയിലേക്ക് തിരിച്ചു. ഒമാൻ ഹജ്ജ് മിഷൻ സംഘമാണ് ഇന്നലെ പുറപ്പെട്ടത്. ഔഖാഫ് മതകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് ബിൻ അൽ സാലിഹ് അൽ റാഷിദിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സഈദ് അൽ മഅ്മരിയുടെ നേതൃത്വത്തിൽ മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് യാത്രയയപ്പ് നൽകി. ധോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പാകിസ്ഥാൻ പൗരന്മാരാണ് പിടിയിലായത്. ക്രിസ്റ്റൽ മത്ത്, ഹാഷിഷ്, മോർഫിൻ, മയക്കുമരുന്ന് ഗുളികകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടുകെട്ടി. ഉപയോഗത്തിനും വിതരണത്തിനുമായാണ് ഇവ കടത്തിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഖരീഫ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ടൂറിസം സൗകര്യങ്ങൾ സന്ദർശിക്കുന്നതിനുമായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ധോഫാർ ഗവർണറേറ്റ് സന്ദർശിച്ചു. ഖരീഫ് സീസണിനായുള്ള ഒരുക്കങ്ങളും നിലവിലുള്ള വിനോദസഞ്ചാര വികസന പദ്ധതികളും വിലയിരുത്തി. ഒമാന്റെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തന്ത്രപരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് അധികൃതർ വ്യക്തമാക്കി. സലാല തുറമുഖം സന്ദർശിച്ച മന്ത്രി അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്രൂയിസ് കപ്പലുകളുടെ സ്വീകരിക്കുന്നതിനുള്ള തുറമുഖത്തിന്റെ സജ്ജീകരണങ്ങളും നേരിട്ട് വിലയിരുത്തി. ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയെ അനുഗമിച്ചു. കൂടിക്കാഴ്ചകളും സന്ദർശനത്തിൽ നടന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.